പ്രളയ ദുരന്തബാധിത കുടുംബങ്ങൾക്കായി ഈരാറ്റുപേട്ട നഗരസഭയും ഈരാറ്റുപേട്ട പൗരാവലിയും സംയുക്തമായി പുനരധിവാസ സഹായ പാക്കേജ് തയ്യാറാക്കി. തോട്ടുമുക്കിലെ സൗഹൃദ കിച്ചണിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി പി നാസർ സഹായ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ശനിയാഴ്ച ഈ സമയത്തെ അവസ്ഥ നമ്മളെല്ലാവരും ഒന്ന് ഓർക്കണം. ഇന്ന് കൃത്യം ഒരാഴ്ച പൂർത്തിയാവുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഏതാണ്ട് അർദ്ധരാത്രിയോടുകൂടി ഈരാറ്റുപേട്ടയിലെ ഭൂരിപക്ഷം പ്രദേശങ്ങളും എന്ന് പറഞ്ഞാൽ 29 വാർഡുള്ളതിൽ 16 വാർഡുകളും വെള്ളം കയറി കടകളിലും വീടുകളിലും കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായ സംഭവത്തിൻ്റെ നേർസാക്ഷ്യങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും. നിങ്ങളോട് ഇവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഇനി ഞാൻ എടുത്തു പറയേണ്ട യാതൊരു കാര്യവുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ഞാൻ റോഡിലേക്ക് ഇറങ്ങുകയും ആ സമയം മുതൽ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോർഡിനേഷൻ നടത്തേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആൾ എന്ന നിലയിൽ ആ കാര്യത്തിൽ കൃത്യമായ കോർഡിനേഷൻ നടത്തി ഈ നിമിഷം വരെ മുന്നോട്ട് പോവുകയാണ്. സ്വന്തം കുഞ്ഞിന്റെ ജന്മദിനാഘോഷത്തിന് കരുതി വെച്ച തുക ഈരാറ്റുപേട്ട പ്രളയ ദുരിതാശ്വാസത്തിന് സംഭാവന ചെയ്ത പൂഞ്ഞാർ കൈപ്പള്ളി സ്വദേശി സെബിൻ ജോസഫിനെ ഈരാറ്റുപേട്ട നഗരസഭയും പൗരാവലിയും ചേർന്ന് ആദരിച്ചു. 410 കുടുംബങ്ങൾക്ക് നൽകുന്ന ഗൃഹോപകരണ വിതരണോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി പി നാസറും പൂഞ്ഞാർ സ്വദേശി സെബിൻ ജോസഫും ചേർന്ന് നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഫാത്തിമ അൻസാർ അധ്യക്ഷത വഹിച്ചു. നിഷ നടകൽ സ്വാഗതം പറഞ്ഞു. മുഹീദ്ദീൻ പള്ളി ഇമാം വി പി സുബൈർ മൗലവി, അരുത്രപ്പള്ളി വികാരി ഫാദർ മാത്യു ചന്ദ്രൻകുന്നൽ, നയനാർ പള്ളി ഇമാം IS മുഹമ്മദ് അഷ്റഫ് മൗലവി, വ്യാപാരി വ്യവസായ യൂണിയൻ പ്രസിഡന്റ് MA ഖാദർ, മുൻ നഗരസഭാ ചെയർമാൻ VM സിറാജ്, നഗരസഭാ സെക്രട്ടറി വിപിൻ കുമാർ, പുത്തൻപള്ളി മഹല്ല് പ്രസിഡന്റ് മുഹമ്മദ് സാലിഹ്, മുഹീദ്ദീൻ പള്ളി പ്രസിഡന്റ് അഫ്സറുദ്ദീൻ, ടീം റെസ്ക്യൂ ഫോഴ്സിലെ PM അബ്ദുൽ ഖാദർ, ടീം നന്മക്കൂട്ടത്തിലെ അബ്ദുൽ ഗഫൂർ, ടീം എമർജൻസിയിലെ റഫീഖ് പേഴുങ്കാട് എന്നിവർ സംസാരിച്ചു. നഗരസഭാ കൗൺസിലർമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു.